Instantaneous center എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ എന്താണ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ നമ്മൾ ഡെഫിനിഷൻ ഇപ്പോൾ പഠിച്ചു. ഇനി അത് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ജനറൽ പ്ലെയിൻ മോഷനുള്ള ഒരു ബോഡീനെ കൺസിഡർ ചെയ്യാൻ പോവാണ്. സോ കൺസിഡർ ദ പ്ലെയിൻ മോഷൻ ഓഫ് എ ബോഡി എ ബി ഫ്രം A1 B1 ടു A2 B2 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ നോക്കുക, ഈ ഡയഗ്രത്തിൻ്റെ അത് നോക്കുക. ഇവിടെ A1 B1 എന്ന് പറയുന്ന പൊസിഷനിൽ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡി A1 B1 നിന്ന് A2 B2 ഇതുണ്ടോ ഈ ലൈൻ വരച്ചേക്കുന്നത്. സോ A1 B1 നിന്നത് ഇവിടെ A2 B2യിലേക്കാണ് ഫൈനലായിട്ട് എത്തുന്നത്. സോ ഇങ്ങനെയുള്ളൊരു കേസിൽ ഇത് പ്യുവർ റൊട്ടേഷനും അല്ല പ്യുവർ ട്രാൻസ്ലേഷനും അല്ല. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൻ്റെ ബോർഡുള്ള റൊട്ടേഷനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫൈനൽ പൊസിഷൻസും ഇനീഷ്യൽ പൊസിഷൻസും ഓഫ് ഓരോ പോയിൻറ്റ്സും ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുക. അതായത് A1ൻ്റെ ഫൈനൽ പൊസിഷൻ A2, B1ൻ്റെ ഫൈനൽ പൊസിഷൻ B2. സോ ഈ രണ്ട് പോയിൻറ്റ്സും ജോയിൻ ചെയ്തങ്ങ് ലൈൻ വരച്ചു. ഓക്കെ, ഇതിന് കോഡ്സ് എന്ന് പറയും. സോ ഈ രണ്ട് ലൈൻസും ജോയിൻ ചെയ്തു. ഇനി ഈ രണ്ട് ലൈൻസിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? A1 A2 എന്ന് പറഞ്ഞ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് അതിന് മിഡിലിൽ കൂടെയുള്ള 90 ഡിഗ്രിയിലുള്ള ബൈസെക്ടർ ഈ വരച്ചേക്കുന്ന ഡാർക്ക് ലൈനാണ്. ഓക്കെ, അതേപോലെ B1 B2 എന്നുള്ള ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ആംഗിൾ ഞാൻ 90 എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മിഡിലിൽ കൂടെയുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടർ. സോ രണ്ട് ലൈനിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. അത് വരയ്ക്കുമ്പോൾ ഏതോ ഒരു പോയിന്റിൽ അത് ജോയിൻ ചെയ്യും. കണ്ടോ, ഇവിടെ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്തു. ഇതാണ് ഈ ബോഡിയുടെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. അതായത് A1 B1 എന്നുള്ള പൊസിഷനിൽ നിന്ന് A2 B2 എന്നുള്ള പൊസിഷനിലേക്ക് ആ ബോഡി മൂവ് ചെയ്യുമ്പം അതിനുള്ള ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററാണ് നമ്മൾ ഈ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ വരച്ചത്? ഇവിടെ A1 A2 B1 B2 ഇതാണ് ആ രണ്ട് പോയിൻറ്റ്സിനെ ഫൈനൽ ആൻഡ് ഇനിഷ്യൽ പൊസിഷൻസ്. സോ A1 A2 ജോയിൻ ചെയ്യുക, B1 B2 ജോയിൻ ചെയ്യുക, എന്നിട്ട് ഇത് രണ്ടിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. അത് ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുമ്പോഴത്തേക്കും വെലോസിറ്റി ഓഫ് എനി പോയിൻറ്റ് സേ A1 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് VA1 എന്നാണ് ഞാനത് എഴുതുന്നത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒമേഗ ടൈംസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ആൻഡ് ദ പോയിൻ്റ് എന്നാണ്. ഒമേഗ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് A1 B1 എന്ന് പറയുന്ന ബോഡി A2 B2 വരെ വരുന്ന ഒരു പ്യുവർ റൊട്ടേഷൻ അണ്ടർഗോ ചെയ്യുകയാണ് എബൌട്ട് ദ പോയിൻ്റ് I എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അത് പ്യുവർ റൊട്ടേഷൻ ആണെങ്കിൽ അതിനൊരു ആംഗുലർ വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ആ ആംഗുലർ വെലോസിറ്റിയാണ് ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ A1 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ വെലോസിറ്റി, അതായത് VA1, ഇതാണ് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത് VA1. ഓക്കെ, ഈ VA1 എന്ന് പറയുന്ന വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ഒമേഗ ഓഫ് ദിസ് ബോഡി ഇൻറ്റു ഡിസ്റ്റൻസ് A1I. ഓക്കെ, അതേപോലെ പോയിൻറ്റ് B1ൻ്റെ വെലോസിറ്റി, അതായത് VB1 എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? VB1 വിൽ ബി ഈക്വൽ ടു ഒമേഗ ഓഫ് ദി ബാർ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ B1 ആൻഡ് I, അതായത് IB1. ഓക്കെ, സോ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടി. പിന്നെയുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് എനി പോയിൻറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ലൈൻ ജോയിനിങ് ദാറ്റ് പോയിൻറ്റ് ഫ്രം ദി ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. അതായത് A1ഉം Iയും കൂടെ ജോയിൻ ചെയ്ത് ഈ ലൈൻ, ഈ ഡോട്ടർ ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും ഈ പോയിൻറ്റിൻ്റെ വെലോസിറ്റി. ഓക്കെ, അതേപോലെ ഇതിവിടെ B1 എന്നുള്ള വെലോസിറ്റി നമ്മൾ വരച്ചിട്ടുണ്ട്. അതും B1ഉം Iയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലറായിട്ടാണ് വരച്ചേക്കുന്നത്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൻ്റെ പ്രോപ്പർട്ടീസ്. അതാണ് എഴുതിയേക്കുന്നത്. The magnitude of velocity of any point on a body is perpendicular to its distance from the instantaneous center and is equal to the angular velocity times the distance. Okay, second property, the direction of velocity of any point on a body is perpendicular to the line joining that point and the instantaneous center. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ?